ടെകഹാക്കോർക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് റൂഫ് ടോപ്പ് പെർഗോള എങ്ങനെ സെറ്റ് ചെയ്യുന്നുള്ളതാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത്. ഈ റൂഫ് ടോപ്പ് പെർഗോള ചെയ്യുന്ന സമയത്ത് പലരും പലതരത്തിലുള്ള കംപ്ലയിൻറ്റുകൾ പറഞ്ഞു വരലുണ്ട്. മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ അടിയിൽ നിന്ന് കാണുന്ന സമയത്ത് സെൻറ്ററിൽ വെള്ളം നിൽക്കുക, അതായത് മഴക്കാലത്ത് വെള്ളം നിൽക്കുക, പിന്നെ കണ്ടൻസ്ഡ് വാട്ടർ മുകളിൽ തങ്ങിക്കുക. ഈ രണ്ട് പ്രശ്നമാണ് മെയിനായിട്ട് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ രണ്ട് പ്രശ്നത്തിനുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ മുകളിൽ താഴേന്ന് മനസ്സിലാവാത്ത രീതിയിൽ ഒരു സ്ട്രക്ചർ അടിച്ചതിന് ശേഷം അതിലേക്ക് ഗ്ലാസ് ഇടുക എന്നുള്ളതാണ്. അപ്പോൾ ഗ്ലാസ് ഇടുന്നത് ഏത് ഗ്ലാസ്സാണ് ഇടേണ്ടത്, ഏത് ടൈപ്പ് ഗ്ലാസ് ഇടും, സ്ട്രക്ചർ എങ്ങനെ അടിക്കും, ഏത് രൂപത്തിലുള്ള സ്ട്രക്ചറാണ് ഇതിന് ആവശ്യമായിട്ട് വരിക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞു പോകുന്നുണ്ട്. ഏതായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കോ. അപ്പോൾ താഴെ കാണുന്ന ബെൽ ബട്ടണിൽ ഓൾ എന്നുള്ളത് തന്നെ ആദ്യം ചെയ്തു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതിൽ സ്ട്രക്ചർ ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ ചെയ്യേണ്ട രീതിയും കൂടി ഞാൻ പറഞ്ഞുതരാം. ഇത് ഈ ഒരു ബീം ടൈപ്പിൽ നമ്മൾ കോൺക്രീറ്റിൽ വാർത്തിട്ടുണ്ടാക്കുന്നതാണെങ്കിൽ ഈ ഒരു ഭാഗത്ത്, അതായത് നമുക്ക് സ്ലോപ്പ് ചെയ്ത ഭാഗത്ത്, നമ്മളിപ്പോൾ സ്ലോപ്പ് അങ്ങോട്ടേക്ക് വെക്കാൻ ഉദ്ദേശിക്കുന്നത്, പിന്നെ ഇങ്ങോട്ടേക്ക് വെക്കാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെയും വെക്കാം. അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ വെക്കുന്നുണ്ട്. ഇപ്പോൾ ഒറ്റ ഗ്ലാസ് ഇങ്ങനെ ഇട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ കിട്ടുന്ന ഒരു അളവിലേക്ക് ഈ ഒരു ഭാഗത്ത് ഒരു 1.5 ഇഞ്ച് ഇത്ര മാത്രം പൊക്കിയിട്ട് ആ ഒരു ഭാഗത്തേക്ക് 0 വരുന്ന ലെവലിൽ പ്ലാസ്റ്ററിങ് ചെയ്തെടുക്കേണ്ട കണ്ടീഷനിലേക്ക് കോൺക്രീറ്റ് ഇടുക. അപ്പോൾ അഥവാ കോൺക്രീറ്റ് ഇടാൻ പറ്റില്ലെങ്കിൽ അതിൻ്റെ മുകളിൽ പ്ലാസ്റ്റർ ഇട്ടാലും മതി. പ്ലാസ്റ്ററിനായിട്ട് സേഫ് കോൺക്രീറ്റാണ്. കാരണം ഈ പ്ലാസ്റ്ററിങ് അതിൻ്റെ മുകളിൽ പിന്നെ ഇത്രയും വലിയൊരു ലെയർ ഇടുന്ന സമയത്ത് ക്രാക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ മുകളിൽ ഡയറക്റ്റ് ഗ്ലാസ് ഫിക്സ് ചെയ്യാൻ പറ്റും. ഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ മുകളിൽ ആവശ്യമായ ഗമ്മും സംഭവങ്ങളും വെച്ചിട്ട് ഫിക്സ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ശ്രദ്ധിക്കേണ്ടതാണ് ഇതിൻ്റെ അളവുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ഫീറ്റ്, അതായത് 48 ഇഞ്ച് 120 മീറ്ററാണ് നമുക്കൊരു സ്റ്റാൻഡേർഡ് ഗ്ലാസിൻ്റെ വിഡ്ത്ത്. അല്ലെങ്കിൽ 60 ഇഞ്ച് എന്ന് പറഞ്ഞാൽ 1.5 മീറ്റർ. പിന്നെ അടുത്ത സ്റ്റാൻഡേർഡ് വരുന്നത് 72 ഇഞ്ച്. അങ്ങനെ ഈ ഡിഫറൻ്റ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് അളവുകളുണ്ട്. നമ്മൾ അടിയിൽ പറയുകയാണെങ്കിൽ 4 അടി 6 അടി 5 അടി അങ്ങനെയൊക്കെയാണ് സ്റ്റാൻഡേർഡ് അളവ് വരിക. അപ്പോൾ ആ ഒരു അളവിൽ ഡിവൈഡ് ചെയ്യുന്ന വിധത്തിൽ ഇതിൻ്റെ സെൻറ്ററിലേക്ക് ഒരു പെർഗോള വരുന്ന വിധത്തിൽ വേണം ഇപ്പോൾ സെറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈക്വൽ ആയിട്ടുള്ള 2 ഗ്ലാസ് യൂസ് ചെയ്യാനും അതിൻ്റെ ജോയിൻറ്റ് താഴ്ന്ന് കാണാതിരിക്കാനും സഹായിക്കും. ഈ ഒരു സ്ഥലത്ത് അങ്ങനെ കിട്ടുന്നില്ല. ഇപ്പോൾ നമ്മൾ ടോട്ടൽ ഉണ്ടെങ്കിൽ 1 2 3 4 5 6 7 7 വരുന്നത്. വരുന്ന സമയത്ത് ഒരിക്കലും നമുക്ക് സെൻറ്ററിൽ ഈ ഒരു പെർഗോളൻ്റെ ഈ ഒരു ഇത് കണക്ഷൻ കിട്ടില്ല. അപ്പോൾ ഒരു ഗ്ലാസ് 57 ഇഞ്ച് വീതിയും ഒരു ഗ്ലാസ് 47 ഇഞ്ച് വീതിയിലാണ് നമ്മൾ ഇടുന്നത്. അപ്പോൾ എന്താ നഷ്ടം എന്ന് പറഞ്ഞാൽ ഇതിപ്പം 48 ഇഞ്ചിട്ട് കിട്ടുന്ന രീതിയിൽ നമ്മളിത് സെറ്റ് ചെയ്യുകയാണെങ്കിൽ 4 അടിയുള്ള ഗ്ലാസ് വരുന്നത് ഇതൊരു 5 അടിയും ഒരു 4 അടിയുടെയും വീതിയുള്ള ഗ്ലാസ് വന്നു. പിന്നെ ലെങ്ത്തിൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. എത്രയാണ് ആവശ്യാനുസരണം ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ നമ്മൾ സ്ട്രക്ചർ അടിക്കാൻ പോകുന്നത് ആ ഒരു ലെവലത്തേക്ക് തന്നെയാണ്. ഈ സെൻറ്ററിൽ 57 ഇഞ്ച് വരുന്ന വിധത്തിൽ ഒരു ഫ്രെയിം ഇട്ട് കൊടുക്കും. അപ്പോൾ എന്നിട്ട് ഇങ്ങോട്ടേക്ക് ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ സെൻറ്ററിൽ വേണ്ട സപ്പോർട്ടുകൾ കൊടുക്കുക. അപ്പോൾ ആ ജോയിൻറ്റ് വരുന്ന ഗ്ലാസിൻ്റെ ജോയിൻറ്റ് വരുന്നിടത്ത് ഒന്ന് മസ്റ്റായിട്ട് വേണം. അല്ലെങ്കിൽ നമുക്ക് സിലിക്കോൺ അടിക്കുന്ന സമയത്ത് താഴോട്ടേക്ക് ഗ്ലാസ് ബെൻഡ് ഉണ്ടാകും. നമ്മൾ ഈ വലിയ ഗ്ലാസ്സാണ്, ഫ്ലോട്ട് ഗ്ലാസ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഫ്ലോട്ട് ഗ്ലാസ് ആയാലും ടഫൻ ഗ്ലാസ് ആയാലും ലാമിനേറ്റ് അഥവാ സാൻഡ്വിച്ച് ഗ്ലാസ് ആയാലും പോലും സെൻറ്റർ ബെൻഡ് വരും. ആ ബെൻഡ് വരുന്നത് സിലിക്കോൺ എങ്ങനെ അടിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മളിപ്പോൾ അതിന് സ്ട്രക്ചർ അടിക്കാൻ വേണ്ടി പോയി 2-1 സ്ട്രക്ചർ അടിച്ചു കൊടുക്കുന്നത്. ഇവിടെ ആദ്യം ഒന്ന് അടിച്ചു കൊടുക്കും, ഇവിടെ ഒന്ന് അടിച്ചു കൊടുക്കും. കുറച്ച് ഗ്യാപ്പ് ഇടും. ആ ഒരു ഭാഗത്ത് കുറച്ച് ഗ്യാപ്പ് ഇടും. ഈ ഒരു ഭാഗത്ത് ഇതിന് ടച്ചായിട്ട് അടിച്ചു കൊടുക്കും. എന്നിട്ട് അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ 57 ഇഞ്ച് പറഞ്ഞ ഒരു ഭാഗത്ത് ഒന്ന് അടിച്ചു കൊടുക്കും. പിന്നെ ബാക്കിയുള്ളത് ഡിവൈഡ് ചെയ്തിട്ട് അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതിന് വെന്റിലേഷൻ ആക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നുള്ളതാണ് നിങ്ങളിപ്പോൾ ആലോചിക്കുന്നുണ്ടാവും. അപ്പോൾ അതിനോട്ട് നമ്മൾ ചെയ്യുന്നത് പറഞ്ഞാൽ ഇപ്പോൾ ഈ സ്ട്രക്ചർ അടിക്കുന്ന ഈ രൂപത്തിലായതുകൊണ്ട് തന്നെ നമ്മൾ ആ സ്ട്രക്ചറിൻ്റെ ഈ ഒരു ഭാഗം പൊങ്ങി കിടക്കുമല്ലോ, സ്ലോപ്പ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്തിൻ്റെ ഈ ഒരു എൻഡിൽ മെഷ് അടിച്ചു കൊടുക്കുന്ന രീതിയിൽ ചെയ്യും. അപ്പോൾ ഈ ചൂടായ വായു ഏറ്റവും ടോപ്പിലാണ് വന്ന് നിൽക്കുക. അപ്പോൾ കണ്ടൻസ്ഡ് വാട്ടർ വരാതെ ഈ എയർ ഔട്ട് ആവാനുള്ള ഒരു സാധ്യത ഉണ്ടാക്കും. അപ്പോൾ ഒരു മഴക്കാലത്ത് ഡ്രോപ്പായിട്ട് വെള്ളം വരാതിരിക്കാനുള്ള സാഹചര്യം ഒരു 80% നമുക്ക് കുറക്കാൻ പറ്റും. തീർത്തും കുറക്കാനൊന്നും പറ്റില്ല. നല്ല ഹ്യൂമിഡിറ്റിയുള്ള നല്ല ഇതായിട്ടുള്ള അവസ്ഥയിൽ ചിലപ്പോൾ കണ്ടൻസ്ഡ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇത് കോൺക്രീറ്റ് ചെയ്യുന്നതാണെങ്കിൽ 1-2 പൈപ്പിൻ്റെ കഷ്ണം മുറിച്ചിട്ട് ആ സ്ലോപ്പ് ഹൈറ്റ് കൂടിയ ഭാഗത്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ഒരു പരിധിവരെ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ കുറക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഗ്ലാസ് ഏത് വേണം എന്നുള്ളതാണ് അടുത്ത ചോദ്യം. നമുക്ക് ഇതിലിപ്പോൾ ടഫൻ ഗ്ലാസ് ഉപയോഗിക്കാതെ അല്ലെങ്കിൽ നമ്മൾ നോർമൽ ഗ്ലാസ് ഉപയോഗിക്കാം. നോർമൽ ഗ്ലാസ് ഉപയോഗിച്ചിട്ടും ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് രണ്ടിനുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നോർമൽ ഗ്ലാസ് ഇട്ടിട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളിത് പൊളിയുകയാണെങ്കിൽ ഇതിപ്പോൾ നേരെ താഴെ സ്റ്റെയർ കേസാണ്. അപ്പോൾ സ്റ്റെയർ കേസിൻ്റെ അതിൽ കൂടി ഒരാൾ പോവുകയാണെങ്കിൽ ആ ഒരു സമയത്ത് എന്തെങ്കിലും കാരണം കൊണ്ട് ഇത് ബ്രേക്ക് ആയാൽ ആളെ കഴുത്തിന് പോയി വീഴുകയാണെങ്കിൽ കട്ടായി പോകും. ചിലപ്പോൾ നോർമൽ ഗ്ലാസ് ആണെങ്കിൽ ഒരു പക്ഷേ പൊട്ടിയാൽ അങ്ങനെ പെട്ടെന്ന് പോകില്ല. ആ ഒരു ലെവലിൽ ഇങ്ങനെ നിന്ന് ക്രാക്കായിട്ട് പോകും. അങ്ങനെ പെട്ടെന്ന് സംഭവിക്കാനുള്ള സാധ്യത കുറവാണ്. അതേസമയത്ത് ടഫൻ ഗ്ലാസ് ആണെങ്കിൽ പൊട്ടുന്നുണ്ടെങ്കിൽ പഞ്ചസാര തരി പോലെ പോകും. അതും ചില സമയത്ത് വേദന ഉണ്ടാവും, പക്ഷെ മുറിവെല്ലുണ്ടായാലും സാധ്യത കുറവാണ്. ചെറിയ നമുക്ക് ഒരു ചീളൊക്കെ കൊണ്ട പോലത്തെ ഒരു ചെറിയ മുറിവുണ്ടാകാനുള്ള സാധ്യതയുള്ളൂ. പക്ഷേ ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രാവശ്യം ഏതായാലും വീട്ടിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യൂ. ഭാവിയിൽ ഇത് എടുത്ത് മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റും. അങ്ങനെയൊക്കെ പറ്റുന്ന ഒരു ഗ്ലാസ്സാണ് സാൻഡ്വിച്ച് ഗ്ലാസ് അഥവാ ലാമിനേറ്റ് ഗ്ലാസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന അത്തരത്തിലുള്ള ഗ്ലാസ്സാണ് 5+1+5 എന്ന് പറഞ്ഞിട്ടുള്ള സെൻട്രൽ PVC ലാമിനേറ്റ് വെച്ചിട്ടുള്ള ഗ്ലാസ്സാണ് ഉപയോഗിക്കുന്നത്.
അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഇതിൻ്റെ മുകളിൽ കൂടി കയറി നടക്കാൻ പറ്റും. പൊട്ടുന്ന പേടി യാതൊരു വിധത്തിലും വേണ്ട. പൊളിഞ്ഞ് പോയാൽ തന്നെ, ഗ്ലാസ് പൊളിഞ്ഞാൽ പോയാൽ തന്നെ ഇതിൻ്റെ മുകളിൽ നിന്ന് ഇളകിയിട്ട് ഒരിക്കലും താഴോട്ടേക്ക് പോയില്ല. കാരണം ഇതിൻ്റെ ഇടയ്ക്കുള്ള ലാമിനേഷൻ ഇതിനെ അവിടെ ബോണ്ട് ചെയ്ത് നിർത്തും. അപ്പോൾ അങ്ങനത്തെ ഗ്ലാസ് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ എനിക്ക് ക്ലീൻ ചെയ്യാനായാലും ഈ സെൻട്രൽ പോർഷനിലെല്ലാം അല്ലെങ്കിൽ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് സിലിക്കോൺ അടിക്കാനായാലും കയറി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സിലിക്കോൺ ശരിക്കും ജോയിനിൽ അടിക്കാൻ പറ്റാത്തതൊക്കെ കൊണ്ടാണ് പലപ്പോഴും ഈ ഗ്ലാസ്സിന് ലീക്ക് വരാനുള്ള സാധ്യത. അപ്പോൾ അതൊക്കെ ഇതിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഗ്ലാസ് വരുന്ന സമയത്ത് അത് ഫിക്സ് ചെയ്ത് നമുക്ക് കാണാം. ഇനിയിപ്പോൾ നമ്മൾ സ്ട്രക്ചർ അടിക്കാൻ വേണ്ടി പോയി. നമ്മൾ 2:1 പൈപ്പ് ഉപയോഗിച്ചിട്ട് ഇവിടെ സ്ട്രക്ചർ അടിക്കുന്നത്. 2:1 സ്ക്വയർ ട്യൂബ് വെച്ചിട്ട് ഈ ഒരു രീതിയിൽ അടിച്ച് പോയായിരുന്നു. എൻ്റെ ഫുൾ പ്രോസസ്സ് കാണിക്കുന്നതിൽ ഓൾറെഡി ഞാൻ ഒരു വീഡിയോ ചെയ്തതായതുകൊണ്ട് തന്നെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. എന്നാലും കുറച്ച് ഭാഗം കാണിച്ചു പോവാം. ഇപ്പോൾ 2 ഇഞ്ചാണ് ഇതിൻ്റെ ഹൈറ്റ് നമ്മൾ സ്ലോപ്പായിട്ട് കൊടുത്തുള്ളത്. കാരണം ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളം എന്തായാലും വലിയ മഴക്കുള്ള വെള്ളമൊന്നും നിൽക്കില്ല. ചെറിയ മഴ പെയ്തതാണെങ്കിൽ അവിടെ ചെറുതായിട്ട് ഉറ്റി നിൽക്കാനുള്ള സാധ്യതയുണ്ട്. കൂടുതൽ സ്ലോപ്പ് ഗ്ലാസ്സിൽ കൊടുക്കുന്നതും നല്ലതല്ല. കാരണം ഇത് സ്ലിപ്പായി പോകാനും നമ്മൾ പിന്നീട് മാനേജ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അത്യാവശ്യ കാര്യങ്ങൾക്ക് നമുക്കിത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഓവർ സ്ലിപ്പാണെങ്കിൽ ഒരു വെള്ളത്തിൻ്റെ ഒരു ഡ്രോപ്പെങ്കിലും ഉണ്ടെങ്കിൽ അപകടം പറ്റാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത്രയും സ്ലിപ്പി ആയിട്ടുള്ള സാധനമാണ് ഗ്ലാസ്. എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. അങ്ങനെ ഫ്രെയിം അടിച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിൽ പ്യൂ പ്രൈമറും പ്യൂ പെയിൻറ്റും അടിക്കും 2 കോട്ട്. അത് കഴിഞ്ഞതിന് ശേഷം ബാക്കി ഗ്ലാസ് ഇടുന്നതാണ് നമുക്കിനി. അങ്ങനെ ഗ്ലാസ് വന്ന് വിരിച്ചു, ഒരു ടെസ്റ്റും നടത്തി. ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല മഴയും കിട്ടി, താഴേക്ക് വെള്ളമൊന്നും പോകുന്നില്ല. ഇതിൻ്റെ പ്രോസസ്സ് ഒന്നുകൂടി പറഞ്ഞു പോവാം. ഇപ്പോൾ നമ്മൾ സ്ട്രക്ചർ അടിച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് പ്യൂ പെയിൻറ്റ് 2 കോട്ട് കൊടുത്തിട്ടുണ്ട്. പ്യൂ പെയിൻറ്റും പ്യൂ പ്രൈമറും കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. കാരണം ഇത് പിന്നീട് പെയിൻറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വൈറ്റ് കളർ പ്യൂ പെയിൻറ്റും പ്യൂ പ്രൈമറും അടിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഗ്യാപ്പിലായിട്ടൊരു കട്ടിങ് ഇട്ട് കൊടുത്ത് ഇതൊരു ബീം, ഇതിനേക്ക് ലോഡ്, ഇത് സപ്പോർട്ടിന് വേണ്ടി ഒരു ബീം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ബീമിലേക്ക് മഴത്തുള്ളി ഇട്ടിട്ട് ഇതിലേ ഒഴുകിയിട്ട് അങ്ങോട്ടേക്ക് പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് ഞാനിവിടെ ഒരു കട്ടിങ് ഇട്ട് കൊടുക്കിയത്. ശരിക്കും പറഞ്ഞാൽ ഇത് കുറച്ച് താഴ്ത്തിയിട്ടാക്കേണ്ടതായിരുന്നു. ഇത് കുറച്ച് പൊങ്ങിയിട്ടാണ് വേണ്ടത്. പക്ഷേ ഏതായാലും ആ കുഴപ്പമില്ല. നമ്മളിപ്പോൾ ഇതിലേക്കൂടി വന്നിട്ട് അവർ വാട്ടർ കട്ടിങ് പോലെ അവിടുന്ന് ബ്രേക്കായിട്ട് 2 സൈഡിലേക്കായിട്ട് സ്പ്ലിറ്റായിട്ട് വെള്ളം പോയിക്കോളും. അപ്പോൾ അത് വലിയ കുഴപ്പമില്ല. കഴിയുമെങ്കിൽ ഇതുപോലത്തെ ലാമിനേറ്റ് അല്ലെങ്കിൽ സാൻഡ്വിച്ച് ഗ്ലാസ് ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റ്. കാരണം ചൂട് കുറക്കാനും പറ്റും, നമുക്ക് ഇതുപോലെ കയറി നടക്കാനും പിന്നീട് എപ്പോഴെങ്കിലും മാറ്റേണ്ട വന്നാലും മാറ്റാനും ഒക്കെ പറ്റും. ഈ ഒരു സ്പേസിലൊക്കെ കയറ്റുന്ന സമയത്ത് പ്രത്യേകിച്ച് ഈ ഒരു സി ഷേപ്പ് ആയതുകൊണ്ട് തന്നെ 2 കോർണറിൽ മാത്രം പിടിച്ചിട്ടേ കയറ്റാൻ പറ്റും. നമുക്ക് വേറെ ഏതെങ്കിലും ഒരു ഇതാണെങ്കിൽ നമുക്ക് നടന്നിട്ട് ഇങ്ങനെ എടുത്തിട്ട് വരാനൊക്കെ പറ്റുമെങ്കിലും ഇത് ഈ ഒരു പ്രൊജക്ഷൻ വന്ന് ഈ ഒരു ഗ്യാപ്പിൽ ഇങ്ങനെ വരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കയറ്റാനും കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ അതുപോലെ തന്നെ വെളിച്ചം ഒട്ടും കുറയുന്നുള്ള പേടി വേണ്ട. ചില ആൾക്കാരൊക്കെ ഈ ലാമിനേറ്റ് ഗ്ലാസ് ചെയ്യുന്ന സമയത്ത് വെളിച്ചം കുറഞ്ഞു പോകും, ക്ലാരിറ്റി കുറയുമെന്നൊക്കെ പറയുന്നവരുണ്ട്. ഒരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല, നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും. അപ്പോൾ പെർഗോളക്ക്, റൂഫ് ടോപ്പ് പെർഗോളക്ക് ഇടാൻ പറ്റിയ ഏറ്റവും നല്ല ഗ്ലാസ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ളത് ഈ സാൻഡ്വിച്ച് ഗ്ലാസ് അഥവാ ലാമിനേറ്റ് ഗ്ലാസ് തന്നെ. നമുക്ക് കാറ്റാനും ഇറക്കാനും മെയിൻ്റനൻസിനും ഒക്കെ പറ്റുന്ന രീതിയിലുള്ള ഏറ്റവും നല്ല ഗ്ലാസ്സാണ്. പിന്നെ ഇത് ചെയ്യണോ വേണ്ടതെന്നുള്ളത് ഞാൻ ഓൾറെഡി ഉള്ള വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ശ്രദ്ധിക്കണം, ഇത് വെന്റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതൊക്കെ ആ വീഡിയോയിൽ പറഞ്ഞു പോയിട്ടുണ്ട്. വെന്റിലേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 2-3 രീതികളുണ്ട്. വെന്റിലേഷൻ്റെ ഒരു രീതിയാണ് ഞാനിപ്പോൾ ഇവിടെ കാണിച്ചിട്ടുള്ളത്. 2 ഇഞ്ച് പൊക്കിയിട്ട് വരുന്ന രീതിയിൽ ആ ഒരു കോർണറിൽ നിന്ന് വെന്റിലേറ്റ് ആകുന്ന രീതിയിൽ കണ്ടൻസ്ഡ് വാട്ടർ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വരുന്ന രീതിയിലുള്ളതാണ് കാണിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ സ്ലോപ്പൊക്കെ കൊടുത്തിട്ട് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഫ്ലാറ്റായിട്ട് സൈഡിൽ ഹോള്, ഒരു ട്രാപ്പ് ഹോൾ വെച്ചിട്ടുള്ള രീതിയിലാണ് കാണിച്ചിട്ടുള്ളത്. ഒരു ഹോൾ ഇങ്ങനെയാണെങ്കിൽ ഒരു ഹോൾ ടോപ്പിൽ വരുന്ന രീതിയിലുള്ള ഒരു സിസ്റ്റമാണ്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടുനോക്കി മനസ്സിലാവും. പിന്നെ ഇത് തന്നെ 1 ഫീറ്റ് ഉയർത്തിയിട്ട് വെച്ചിട്ടൊക്കെ ചെയ്യുന്നുണ്ട് കണ്ടൻസ്ഡ് വാട്ടർ ഒഴിവാക്കാൻ വേണ്ടി. അത്രയൊന്നും ആവശ്യം വരുന്നില്ല. ഇതിലിപ്പോൾ നിങ്ങൾക്ക് നോക്കി മനസ്സിലാവും, ഇന്നലെ നല്ല മഴയുണ്ടായി, ഹ്യൂമിഡിറ്റി ഒക്കെ ഉള്ളൊരു സമയം തന്നെയാണ്. എന്നിട്ടും താഴെ വെള്ളം കെട്ടിയിട്ടില്ല, മുകളിൽ മാത്രമേ വെള്ളമുള്ളൂ, ടോപ്പിൽ മാത്രമേ വെള്ളം വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ കണ്ടൻസ്ഡ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു രീതി തന്നെ ധാരാളമാണ്. കൂടുതലായിട്ട് പൊക്കി വെക്കുന്നിടത്തോളം നമുക്ക് വലിയ മഴ വരുന്ന സമയത്ത് താഴേക്ക് വെള്ളം വന്നിട്ട് ഗ്ലാസിൻ്റെ മുകളിലേക്ക് അടിച്ചിട്ട് ആ ഗ്യാപ്പിലേക്ക് കൂടി ഒലിച്ച് അകത്തേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ അതിനൊരു വാട്ടർ കട്ടിങ് കൂടി എക്സ്ട്രാ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഒരു പരിധിവരെ നമുക്ക് ആ വാട്ടർ കട്ടിങ് ബോർഡറിൽ കൊടുക്കാമെങ്കിലും സെൻറ്ററിലേക്കുള്ള ഭാഗത്തേക്ക് വാട്ടർ കട്ടിങ് കൊടുക്കാൻ വേണ്ടി കഴിയില്ല. അപ്പോൾ ഉള്ളിലേക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇത്രയാണ് നമ്മളെ ഈ ഒരു ലാമിനേറ്റ് ഗ്ലാസ് ചെയ്യുന്നതിനെ പറ്റി കാണിക്കാനുള്ളത്, അല്ലെങ്കിൽ റൂഫ് ടോപ്പ് പെർഗോള ചെയ്യുന്നതിനെ പറ്റി കാണിക്കാനുള്ളത്. ഇന്നലെ രാത്രി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ പ്രോസസ്സ് കംപ്ലീറ്റ് എടുക്കാൻ വേണ്ടി പറ്റില്ല. 3 മണിക്ക് വന്നെങ്കിലും നമ്മൾ വലിച്ച് കയറ്റി ഈ ഒരു ലെവലിലേക്ക് കൊണ്ടുവരുന്ന സമയത്തേക്ക് ഏകദേശം 12.5 ഗ്ലാസ്സാണ്. അപ്പോൾ അത്രയും വലിയൊരു ഗ്ലാസ് നമ്മൾ വലിച്ച് ഇതിൻ്റെ മുകളിലേക്ക് എത്തിക്കുന്ന സമയത്തേക്ക് കുറച്ച് സമയമൊക്കെ പോയതുകൊണ്ട് രാത്രിയുള്ള ആ പ്രോസസ്സൊന്നും എനിക്ക് കാണിക്കാൻ വേണ്ടി പറ്റില്ല. ജസ്റ്റ് സിലിക്കോൺ ഇടുന്നതും കുറച്ച് ഭാഗം ഇവിടെ എത്തിക്കുന്നതും മാത്രമേ കാണിച്ചിട്ടുള്ളൂ. സംഭവം ഞാൻ ഒന്ന് ചാടി കാണിക്കാം. ഇതിൻ്റെ അപ്പുറത്ത് ചാടാൻ കഴിയായിട്ടല്ല, സ്ലിപ്പാകുന്നുണ്ടാകും. നല്ല മഴ പെയ്തിട്ട് വെള്ളം ഇതിൻ്റെ മുകളിലുള്ളതുകൊണ്ട്. ഒരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഈ കാണുന്ന വെള്ളം
ഇതെന്തായാലും മഞ്ഞ സമയത്തും മഴ സമയത്തും രാവിലെ ഉണ്ടാവും. ഇപ്പോൾ സമയം 7 മണി ആയില്ല. നമ്മൾ രാവിലെ വന്നിട്ട് ഇടാൻ വേണ്ടി നിന്നതാണ്. കാരണം മഴയുള്ളത് കൊണ്ട് തന്നെ ഇന്നിപ്പോൾ ഷൂട്ട് ചെയ്യുന്ന ഡേറ്റ് ജൂൺ 4 മഴ നല്ലതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇവർക്ക് പണി കിട്ടുന്നതുകൊണ്ട് ഇതിൻ്റെ സൈഡിൽ സിലിക്കോൺ ഫില്ല് ചെയ്യാണ്ട് ഇന്നലെ രാത്രി ശരിക്കും ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഫ്രണ്ടിലൊരു പെർഗോളിൻ്റെ വർക്ക് കൂടി എടുക്കുന്നുണ്ട് സൺഷെയ്ഡിനുള്ള. അപ്പോൾ അതൊക്കെ ചെയ്യാനുള്ളതുകൊണ്ട് നമ്മൾ അത്രയും രാവിലെ വന്നുകൊണ്ടാണ് ഈ വെള്ളം നിൽക്കുന്നത്. ഇതിപ്പോൾ ഇതിലേക്ക് ചൂടൊന്ന് ജസ്റ്റ് തട്ടിക്കഴിഞ്ഞാൽ ഫുൾ വാനിഷാവും. അപ്പോൾ വെള്ളത്തിനെ പറ്റി പേടിക്കുക വേണ്ട. നല്ല മഴയാണെങ്കിൽ സ്ലോപ്പ് ഉള്ളതുകൊണ്ട് തന്നെ ഒഴുകി പോവുകയും ചെയ്യും. പിന്നെ ഇതിൽ കൂടുതൽ സ്ലോപ്പ് കൊടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ കയറി നിൽക്കാനൊന്നും കഴിയില്ല. മെയിൻ്റനൻസ് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ആവശ്യത്തിന് ക്ലീൻ ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ സ്ലിപ്പായി പോകും. ഗ്ലാസ് ഭയങ്കര സ്ലിപ്പിയാണ്. ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് തന്നെ സ്ലിപ്പ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വീട്ടിലെ ടൈലിലോ ഇതൊന്നും നിൽക്കുന്നോ അത്ര സ്മൂത്ത് ആയിരിക്കില്ല, കുറച്ചും കൂടി സ്ലിപ്പിയാണ്. പിന്നെ അത് മാത്രമല്ല ഇതിൻ്റെ മുകളിൽ ഈ ഒരു ഗമ്മ് കളയാൻ വേണ്ടിയിട്ട് ഡീസലിൻ്റെ ഇതും കൂടി കൊടുത്തിട്ടുണ്ടാവും. കാരണം ഈ ഗമ്മ് ആക്കിയിട്ടാണ് 2 ലാമിനേറ്റ് ഉണ്ടാക്കുക, ഇത് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ രണ്ടിൻ്റെ ഇടയിലായിട്ട് ഗമ്മിൻ്റെ ആ ഒരു സംഭവം ക്ലീൻ ചെയ്യാനുണ്ടാവും എഡ്ജിലെല്ലാം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡീസൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പെട്രോളോ തിന്നറോ എന്തെങ്കിലും ഇട്ടിട്ട് അവർ ക്ലീൻ ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ ഒരു ചെറിയ അംശം കൂടി ഫസ്റ്റ് ഒരു ടൈമിലുണ്ടാവും. അത് ആ ഒരു കാരണം കൊണ്ട് തന്നെ സ്ലിപ്പാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ കുറച്ച് കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്രമേണ അത് കുറഞ്ഞു പോകും. ഇപ്പോൾ ഏതായാലും നടക്കുന്നതിനൊന്നും ഈ ഒരു സ്ലോപ്പിന് ബുദ്ധിമുട്ടില്ല. ഇതിൽ കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ ചിന്തിക്കാവുന്നതേ ഉള്ളൂ, ഭയങ്കരമായിട്ട് സ്ലിപ്പി ആയിരിക്കും. കയറ്റാൻ വേണ്ടിയിട്ട് ഒരു ട്രാക്ക് ആൻഡ് വീൽ സിസ്റ്റം കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. സിമ്പിളായിട്ട് വലിച്ച് കയറ്റാൻ വേണ്ടി പറ്റും. 12.5 ആയിട്ട് 12 അതിനെക്കാട്ടി നീളമുള്ള ഗ്ലാസ് ആയാലും ഒരു 5 അടി ഹൈറ്റ് വരെയുള്ളത് നമുക്ക് സ്മൂത്തായിട്ട് കയറ്റാൻ പറ്റുന്ന ഒരു സിസ്റ്റം. അതിനെപ്പറ്റിയുള്ള ഒരു വീഡിയോ ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും നമ്മൾ റൂഫ് ടോപ്പ് പെർഗോളിനെ പറ്റി കാണിക്കാനുള്ള വീഡിയോയുടെ അവസാനിപ്പിക്കുന്ന പുതിയ വിഷയമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. സൈനിങ് ഔട്ട്.